നമ്മൾ കേരളീയർ പൊതുവെ ഋതുചര്യകളെ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ഇനി ഇതാ മഴക്കാലമായി, നമുക്ക് അത് കഴിഞ്ഞ് കർക്കിടകം വരെ. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, എല്ലാ സസ്യലതാദികളും ഇങ്ങനെ തളിർത്ത് അതുപോലെ ചെടികളെല്ലാം നന്നായിട്ട് വളർന്നു വരുന്ന സമയങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം. ഈ സമയത്ത് നമ്മൾ ശരീരത്തിന് അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടുന്ന എനർജി നമുക്ക് സംഭരിക്കാനായിട്ട് ഈ സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ ബ്ലോക്കുകളെയും മാറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് നല്ല പ്രസരിപ്പും രക്തഓട്ടമുള്ള ഒരു ശരീരമാക്കി മാറ്റാൻ കളരി ഒഴിച്ചിൽ പോലെയുള്ള ഒഴിച്ചിലുകളിൽ ഏർപ്പെട്ട് അതിനുശേഷം നാഡികളെ നന്നായിട്ട് ബലം വയ്ക്കുന്ന തരത്തിലുള്ള നല്ല നാഡീ കഷായങ്ങളൊക്കെ കഴിച്ച് ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഏറ്റവും നല്ല സമയമാണ് കർക്കിടക മാസം. നമ്മൾ പൊതുവെ വെറുതെയെങ്കിലും പല വിധത്തിലുള്ള മരുന്നുകൾ ഈ മാസം ഉപയോഗിക്കുന്നതായിട്ട് കാണാം. കർക്കിടക മാസം പൊതുവെ രാമായണ മാസം എന്നുകൂടിയാണ് അറിയപ്പെടുക. നോൺ വെജൊക്കെ ഉപേക്ഷിച്ച് വെജ് മാത്രമായിട്ട് കഴിയുന്ന ഭക്തി മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു ഏറ്റവും വിശേഷപ്പെട്ട ഒരു മാസം കൂടിയാണ്. ആ സമയങ്ങളിൽ ഇതുപോലെയുള്ള നല്ല ചികിത്സകൾ ചെയ്താൽ നമ്മുടെ ഒരു വർഷം വരേക്കും നമുക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതെ സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്.